എം.ആർ. അജിത് കുമാറിനെതിരെ ഒടുവിൽ നടപടി വന്നു. എം.ആർ. അജിത് കുമാറിനെ സസ്പെൻഷൻ. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അട്ടിമറിച്ചതിലാണ് നടപടി. തുടക്കത്തിൽ അജിത് കുമാറിനെ സംരക്ഷിക്കാനും അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നടപടി സ്വീകരിച്ച മറ്റു ഉദ്യോഗസ്ഥരെ ബലിയാടാക്കാനുമുള്ള ശ്രമം നടന്നിരുന്നു. എന്നാൽ ഇത് വലിയ തോതിൽ വാർത്തയാവുകയും വിമർശനങ്ങൾ ഉയരുകയും ചെയ്തതോടെയാണ് പിന്നീട് നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അനധികൃത സ്വത്ത് സമ്പാദനം, ഫോൺ ചോർത്തൽ, തൃശൂർ പൂരം അട്ടിമറി തുടങ്ങി നീണ്ട ആരോപണ നിര തന്നെ എം.ആർ. അജിത് കുമാറിനെതിരെ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അടക്കം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ നടപടി വൈകുന്നതിൽ UDF-നകത്ത് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ADGPയുടെ സസ്പെൻഷനിൽ വേട്ടയാടലുകൾ അക്കമിട്ട് നിരത്തി രാഹുൽ മാങ്കുട്ടത്തിൽ ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ആ പോസ്റ്റ് വായിക്കാം. വിജയന്റെയും ശശിയുടെയും കയ്യിലെ ടോയ് കാറ്റ് ആയിരുന്ന എം.ആർ. അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്ത ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ വലിയ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് കേൾക്കുന്നത്. ഒരു കോൺഗ്രസ്സുകാരനായതിന്റെ പേരിൽ മാത്രം എന്നെ ഏറ്റവും അധികം വേട്ടയാടാൻ നേതൃത്വം നൽകിയ ഒരാളാണ് ഈ കോൾഡ് ബ്ലഡ് ക്രിമിനൽ. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദം കൊണ്ടുവന്ന് ഞാനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വിഷയത്തിൽ എന്നെ പ്രതിയാക്കണമെന്ന് ഉത്തരവിട്ടയാളാണ് ഇയാൾ. എനിക്കെതിരെ യാതൊരു തെളിവുമില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞതിന്റെ പേരിൽ ഒരു IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ പ്രതികാര മനോഭാവത്തോടെ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട്. പാലക്കാട് ഞാൻ മത്സരിക്കുമ്പോൾ നീലപ്പെട്ടി വിവാദം ഉയർന്ന സമയത്ത് എനിക്കെതിരെ കള്ളപ്പണം കടത്തിയെന്ന കള്ളക്കേസ് എടുക്കണമെന്നും പാലക്കാട്ടുള്ള ഉദ്യോഗസ്ഥരോട് വ്യക്തിപരമായി ആവശ്യപ്പെടുകയും അത് നിരസിച്ചതിന്റെ പേരിൽ അവരോടും ഇയാൾ മോശമായി പെരുമാറുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ എനിക്കെതിരെ വ്യാജ പീഡന കേസ് കൊണ്ടുവരാൻ സർക്കാർ ആവശ്യപ്രകാരം ഉദ്യോഗസ്ഥ തലത്തിൽ ഗൂഢാലോചന നടത്തിയ മൂവർ IPS ഗ്യാങ്ങിലെ പ്രധാനിയായിരുന്നു ഇയാൾ. ഇയാളുടെ വിശ്വസ്തനായ ഒരു വാച്ച് ഡോഗായ പോലീസ് ഗുണ്ടയ്ക്ക് എന്നെ കായികമായി കൈകാര്യം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തതും ഇയാളാണ്. കേസ് നിലനിൽക്കില്ല, അതിന് മെറിറ്റ് ഇല്ല എന്ന് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ച ഇടതുപക്ഷക്കാരനായ ഒരു DYSPയെ കാസർകോട്ടേക്ക് ഇയാൾ ഇടപെട്ട് സ്ഥലം മാറ്റുകയും ചെയ്തു. ഒരു കോൺഗ്രസ്സുകാരനായതിന്റെ പേരിൽ മാത്രം ഈ നൊട്ടോറിയസ് വിജയൻ അടിമ എനിക്കെതിരെ ചെയ്ത കാര്യങ്ങളിൽ ചിലത് മാത്രമാണ് ഇതിൽ പറഞ്ഞത്. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കേരളം മുഴുവൻ വിജയന്റെ നവകേരള യാത്രയ്ക്കെതിരെ നടത്തിയ കരിങ്കൊടി സമരങ്ങളെ മാർക്കട മുഷ്ടി കൊണ്ട് അടിച്ചമർത്തണം എന്ന ആഹ്വാനം നൽകി കല്യാശ്ശേരി തൊട്ട് കാട്ടാക്കട വരെ ക്രൂരാക്രമം അഴിച്ചുവിടാൻ ഉത്തരവിട്ടതും ഇയാളാണ്. ആ ഉത്തരവിന്റെ ഭാഗമായാണ് ആലപ്പുഴയിൽ AD തോമസിനെയും അജയ് ജുവലിനെയും അടക്കം ആക്രമിച്ചതും പിന്നീട് ആ റിപ്പോർട്ട് തന്നെ തിരുത്തിയതും. ഇതുപോലെ എത്ര കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഈ മാഫിയ തലവനും അയാളുടെ മാഫിയ പോലീസ് സംഘങ്ങളും ദ്രോഹിച്ചിട്ടുള്ളത്. ഇയാളെ മാത്രമല്ല, ആ മാഫിയയിലെ എല്ലാവരെയും ഇതുപോലെ തെറിപ്പിക്കുക തന്നെ ചെയ്യും ഈ സർക്കാർ. സസ്പെൻഷൻ എന്നത് അവസാനമല്ലെന്നും അറിയാം. എങ്കിലും പോലീസിന്റെ മാനുവലിന് മുകളിൽ വിജയന്റെയും ശശിയുടെയും മാനുവൽ നോക്കി പ്രവർത്തിച്ചവന്മാരുടെ എല്ലാം ചിറകരിയുന്ന ഈ സർക്കാർ പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെയാണ് ചേർത്ത് നിർത്തുന്നത്. അജിത് കുമാറെ നീ ചെയ്തതിനൊക്കെയും നീ കണക്ക് പറയേണ്ടി വരും. അവന്റെ ദുഷ്ടത അവന്റെ സ്വന്തം തലയിൽ തന്നെ തിരികെ വരും. സങ്കീർത്തനങ്ങൾ 7:16. നന്ദി ഞങ്ങളുടെ പാർട്ടിക്ക്, പാർട്ടിയുടെ സർക്കാരിനെ, ജനങ്ങളുടെ സർക്കാർ എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ഏതായാലും തനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഓരോ പ്രവർത്തികളും അല്ലെങ്കിൽ ഓരോ നീക്കങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കുട്ടത്തിൽ ഈ പോസ്റ്റ് പുറത്തു വരുന്നത്. രാഹുൽ മാങ്കുട്ടത്തിന് തന്നെ നിരവധി തവണയാണ് എം.ആർ. അജിത് കുമാർ ഇത്തരത്തിലുള്ള നടപടിയെടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് എന്നുള്ളത് ഈ പോസ്റ്റിൽ നിന്ന് വ്യക്തമാണ്. നിരവധി ആളുകളാണ് പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്, കമന്റ് ചെയ്തിരിക്കുന്നത്. ഒരു കമന്റ് വായിക്കാം. എം.ആർ. അജിത് കുമാറിന്റെ സസ്പെൻഷൻ ഒരു വ്യക്തിക്കെതിരായ നടപടി മാത്രമല്ല, അധികാരത്തിന്റെ തണലിൽ രാഷ്ട്രീയ വിരോധികളെ വേട്ടയാടിയ സംവിധാനത്തിനെതിരായ ജനാധിപത്യത്തിന്റെ തിരിച്ചടിയാണ്. രാഹുൽ മാങ്കുട്ടത്തിൽ തുടർച്ചയായി ഉന്നയിച്ച ആരോപണങ്ങളും അദ്ദേഹം നേരിട്ടെന്ന് പറഞ്ഞ രാഷ്ട്രീയ വേട്ടയാടലുകളും ഇന്ന് കൂടുതൽ പ്രസക്തമാവുകയാണ്. കോൺഗ്രസ് പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയും കള്ളക്കേസുകളിൽ കുടുക്കിയും ജനാധിപത്യ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചവർക്ക് ഇത് ശക്തമായ മുന്നറിയിപ്പാണ്. സത്യം വൈകിയേക്കാം, പക്ഷെ തോൽക്കില്ല. നിയമത്തിന് മുകളിലായി ആരുമില്ലെന്നും അധികാര ദുരുപയോഗത്തിന് ഒരു നാൾ കണക്ക് പറയേണ്ടി വരുമെന്നും ഈ നടപടി തെളിയിക്കുന്നു. ജനാധിപത്യത്തിന് വേണ്ടി പോരാടുന്ന രാഹുൽ മാങ്കുട്ടത്തിൽ പോലുള്ള യുവ നേതാക്കൾക്കൊപ്പമാണ് കോൺഗ്രസ് പ്രവർത്തകർ എന്നും ഉറച്ചു നിൽക്കുന്നത്. ഈ പറഞ്ഞുകൊണ്ടാണ് ഈ കമന്റ് അവസാനിക്കുന്നത്.
വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദം, പാലക്കാട്ടെ നീലപ്പെട്ടി നാടകം, വ്യാജ പീഡന കേസ്, ഗൂഢാലോചനയും കൊട്ടേഷനും, നവകേരള സദസ്സ് വർധനവും, റിപ്പോർട്ട് തിരുത്തലും, PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ. അജിത് കുമാറുമായുള്ള സർക്കാരിന്റെ ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് PV അൻവർ ഇടതുപക്ഷത്തു നിന്നും തെറ്റിപ്പിരിഞ്ഞത്. സ്വർണ്ണക്കടത്തും സാമ്പത്തിക ആരോപണങ്ങളും അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ചു. ഉന്നത രാഷ്ട്രീയ നേതാക്കളുടേതടക്കം ഫോൺ ചോർത്തിയെന്ന ആരോപണവും അനധികൃത സ്വത്ത് സമ്പാദനവും MR അജിത് കുമാറിന് നേരെ ഉയർന്നിരുന്നു. RSS നേതാക്കളുമായുള്ള രഹസ്യ കൂടിക്കാഴ്ച. ഇടതുപക്ഷത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ വെട്ടിലാക്കിയ ഡീൽ ആരോപണങ്ങളിൽ ഒന്നായിരുന്നു RSS നേതാക്കളുമായുള്ള MR അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച. RSS നേതാവ് ദത്താത്രേയ ഹസബോള, BJP നേതാവ് രാം മാധവ് അടക്കമുള്ളവരുമായി MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയതും വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സർക്കാരിനെയോ വകുപ്പിനെയോ അറിയിക്കാതെ ഇത്തരം കൂടിക്കാഴ്ചകൾ നടത്തിയത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് അന്നത്തെ പ്രതിപക്ഷമായിരുന്ന UDF ആരോപിച്ചിരുന്നു. എന്നാൽ ഇത് സ്വകാര്യ സന്ദർശനമാണെന്നായിരുന്നു അന്ന് MR അജിത് കുമാർ പറഞ്ഞത്. എന്നാൽ CPI അടക്കം വിഷയത്തിൽ വൻ പ്രതിഷേധമുയർത്തിയിരുന്നു. പൂരം കലക്കൽ ആരോപണം. തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ തടസ്സങ്ങൾക്ക് പിന്നിൽ MR അജിത് കുമാറാണെന്ന ആരോപണം ശക്തമായി ഉയർന്നിരുന്നു. BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ബോധപൂർവം ഇടപെടൽ നടത്തിയെന്ന് പ്രതിപക്ഷം അന്ന് ആരോപിച്ചിരുന്നു. CPIയും LDFൽ ശക്തമായി വിഷയം ഉന്നയിച്ചു. തുടക്കത്തിൽ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു അന്നത്തെ ഇടത് സർക്കാർ സ്വീകരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് വിഷയം വൻതോതിൽ ചർച്ചയായതോടെ അന്വേഷണം പ്രഖ്യാപിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. രക്ഷാപ്രവർത്തനത്തിലെ അന്വേഷണ അട്ടിമറിയായിരുന്നു VD സതീശൻ സർക്കാർ വന്നപ്പോൾ ആദ്യം അന്വേഷിക്കാൻ ഉത്തരവിട്ടത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ പരാതിയിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല. എന്നാൽ VD സതീശൻ സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിക്കുകയും SP AP ഷൗക്കത്ത് അലിയെ അന്വേഷണ ഉദ്യോഗസ്ഥനായി ചുമതലപ്പെടുത്തുകയുമായിരുന്നു. തുടർന്ന് ഷൗക്കത്ത് അലി മേധാവിയായ SIT അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു. കേസ് അട്ടിമറിക്കാൻ ചില കീഴുദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് അജിത് കുമാർ ഇടപെടൽ നടത്തിയെന്ന് റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ടിന്മേൽ നിയമോപദേശം ലഭിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറിയതും തുടർന്ന് ഈ ഒരു നടപടി ഉണ്ടായത്. ഏതായാലും ഇനിയും നടപടി വൈകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുക്കുമായിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കം രൂക്ഷമായ ഭാഷയിൽ തന്നെ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ച് അല്ലെങ്കിൽ വിമർശിച്ച് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു.